പി ശശി ആൻഡ് ടീം, അതായത് പി ശശിക്ക് കൂടെ പ്രവർത്തിക്കുന്ന പി ശശിയുടെ ഓർഡറുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ തലകൾ ഉരുളും പി ശശിക്കൊപ്പം. അതുതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലത്തെ നമ്മുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, പി ശശി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. പുറത്താക്കപ്പെട്ട ആൾ പിന്നീട് പാർട്ടിയിലേക്ക് വരുന്നത് സാധാരണ നിലയിൽ വന്ന ശേഷം വളരെ പെട്ടെന്ന് തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എത്തി. അതിനുശേഷം വീണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി, നായനാരുടെ കാലത്തുമായിരുന്നല്ലോ, അപ്പോൾ അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയായി എത്തുന്നു. അദ്ദേഹം അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നു, സൂപ്പർ മുഖ്യമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണമാണ് പുറത്തേക്കുള്ളത്. മുഖ്യമന്ത്രിക്ക് പോലും കാര്യങ്ങൾ അവിടേക്ക്, മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്താത്ത വിധത്തിൽ അവിടെ ഒരു മതിലായി അവിടെ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ നടപ്പാക്കാൻ ഉള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ പ്രധാനിയായി എം.ആർ. അജിത് കുമാർ മാറുകയും ചെയ്യുന്നു. എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നേരത്തെയും പരാതി ഉണ്ടായിട്ടുള്ളതാണ്. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അപ്രധാനമായൊരു സ്ഥാനത്തേക്ക് മാറ്റി വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇങ്ങനെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുടെ ADGP സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ആരോപണങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ അദ്ദേഹം എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സർക്കാരിനറിയാം, മുഖ്യമന്ത്രിക്ക് അറിയാം. പിന്നീട് എങ്ങനെയാണ് അദ്ദേഹം വീണ്ടും ഗുഡ് ബുക്കിലേക്ക് എത്തുന്നത്? അതിൽ പി ശശിക്ക് പ്രധാനപ്പെട്ട റോളുണ്ട്. അപ്പോൾ പി ശശി പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരാൾ കൂടിയാണ്. ആ നടപ്പാക്കൽ ഏതൊക്കെ തലത്തിലേക്ക് എത്തുന്നു? ഇതിപ്പോൾ KT ജലീലാവട്ടെ, PV അൻവർ ആകട്ടെ, കാരാട്ട് റസാഖ് ആകട്ടെ, അവർക്ക് പോലീസിൽ നിന്നും ദുരനുഭവം ആവർത്തിച്ചുണ്ടാകുന്നു. അവരുടെ മണ്ഡലങ്ങളിൽ അവർ പോലീസിനോട് പരാതിപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരേ രീതിയിലുള്ള പ്രതികരണം ഈ 3 പേരിൽ നിന്നും വന്നിരിക്കുന്നത്. പി ശശിക്കെതിരെ ധിക്കാരം, അഹങ്കാരം തുടങ്ങിയ വാക്കുകളാണ് കാരാട്ട് റസാഖ് ഇന്ന് പരസ്യമായി ഫേസ്ബുക്കിലല്ലേ പോസ്റ്റ് ഇട്ടത്. അതേപോലെ തന്നെ ഞാൻ ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് ജലീൽ പറയുന്നു. മുഖ്യമന്ത്രിയെ ഏറ്റവും അടുത്ത ആളായി, മുഖ്യമന്ത്രിയോട് എന്തും വ്യക്തിപരമായ കാര്യങ്ങൾ പോലും തുറന്നു പറയാവുന്ന ഒരാളായി, മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് എപ്പോഴും പോകുന്ന ഒരാളായിട്ടാണ് KT ജലീൽ സ്വയം അവതരിപ്പിച്ചിട്ടുള്ളത്. അൻവർ ആയാലും എൻ്റെ പിതാവിന് തുല്യമെന്നൊക്കെ പറയുന്നു. ഈ പിതാവിന് തുല്യമായാലും ഏറ്റവും അടുത്ത ജലീലിനും ഒന്നും മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പറ്റാത്ത വിധത്തിലേക്ക് ഒരു തടസ്സം പിന്നീട് സംഭവിച്ചോ? അത് പി ശശിയാണോ എന്നാണ് സംശയിക്കേണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് പി ശശിയുടെ ഓഫീസുമല്ല, ഈ പറഞ്ഞ മാതിരി എം.ആർ. അജിത് കുമാറിൻ്റെ ഓഫീസുമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, ആഭ്യന്തര വകുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ വീഴ്ച തന്നെയാണ്. ആ വീഴ്ചയിലേക്ക് എങ്ങനെ എത്തുന്നു? അപ്പോൾ ഇത് തുടർച്ചയാകുമ്പോൾ അത് പാർട്ടിയിലും ചർച്ചയായിട്ടുണ്ട്. പാർട്ടിയിൽ ഈ പറഞ്ഞ പോലുള്ള പരാതികൾ പാർട്ടി സഖാക്കളിൽ നിന്ന് പോലും ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകാം. പി ശശി ആ തരത്തിൽ അവർക്ക് എത്താൻ പറ്റാത്തൊരു വലിയ മതിൽ അവിടെ ഉണ്ടാക്കി വെക്കുമ്പോൾ. അപ്പോൾ മുഖ്യമന്ത്രി പൊതുവെ സന്ദർശകരെ ഒന്നും അനുവദിക്കാതിരുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് പിന്നീട് എങ്ങനെയാണ് മാറുന്നത്? വേറെ രൂപത്തിൽ അത് മാറുന്നു. ഒരു പരാതി പോലും പറയാൻ പറ്റാത്ത ഒരു സംവിധാനമായി ഇത് മാറുന്നു. സെക്രട്ടേറിയറ്റിൻ്റെ സംവിധാനം എങ്ങനെ മാറിയെന്ന് നമുക്കറിയാം. മാധ്യമപ്രവർത്തകർക്ക് പോലും അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ ആ രൂപത്തിലേക്ക് അടച്ചിട്ട ഒരു കെട്ടിടമായി, അടച്ചിട്ട മനസ്സായി ആ സംവിധാനം മാറുമ്പോൾ അതിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ പ്രതിഷേധം വരും. അപ്പോൾ പി ശശി നിലവിലെ സിസ്റ്റത്തിൽ നിന്നും വലിയ രൂപത്തിലേക്ക് വളരുന്നുണ്ടോ എന്ന പാർട്ടിക്ക് സംശയമുണ്ട്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവർക്കും സംശയമുണ്ട്. ആ സംശയമാണ് പി ശശിയെ ആ രൂപത്തിൽ നിന്നും മാറ്റേണ്ടതുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. ആ തീരുമാനം നടപ്പാക്കുന്ന ഒരു പോരാളിയായിട്ടാണ് PV അൻവറിനെ ഞാൻ കാണുന്നത്. PV അൻവർ ഈ വാർത്താസമ്മേളനം നടത്തിയ ഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് മുഖ്യമന്ത്രി അറിയാതെ ആയിരിക്കില്ല. മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു ഭരണകക്ഷി MLA, അതും മുഖ്യമന്ത്രിയെ എപ്പോഴും വാഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു MLA അങ്ങനെ ഒരു പറയാനൊരു ധൈര്യം കാണിക്കില്ല. താൻ ഫോൺ കോളുകൾ ചോർത്തി എന്ന് പറയുമ്പോൾ അതൊരു വലിയ തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അത് പ്രഖ്യാപിക്കുമ്പോൾ അതിനെവിടേക്കോ ഈ നിയമവിരുദ്ധമായ കാര്യങ്ങളിലൂടെ ചട്ടം വിട്ടാണെങ്കിലും ചില കാര്യങ്ങൾ പുറത്തെത്തിക്കാൻ ഇങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് M.R. അജിത് കുമാർ എന്ന ADGPയെ പുറത്താക്കാനുള്ള ഒരു ശ്രമമായിട്ട് നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അതെന്തായാലും അതൊരു വലിയ പദ്ധതി തന്നെയാണ്. പാർട്ടിയിൽ ഈ ചോദ്യങ്ങൾ ഉയരും. പി ശശി സ്വാഭാവികമായും അടുത്ത ലക്ഷ്യമിടുന്നത് പാർട്ടി സെക്രട്ടറി സ്ഥാനം തന്നെയാണ് എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ MV ഗോവിന്ദനും പറയുന്നു കാര്യങ്ങൾ ഗൗരവത്തിൽ പരിശോധിക്കും, പാർട്ടിയും പരിശോധിക്കുമെന്ന്. അപ്പോൾ MV ഗോവിന്ദനാണല്ലോ പാർട്ടി സെക്രട്ടറി. അപ്പോൾ ഇനിയും അവിടുത്തെ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സ്ഥാനചലനങ്ങൾ പല രൂപത്തിലായി വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതൽ
കൂടുതൽ ശക്തനായി മുഖ്യമന്ത്രിക്ക് ശേഷം പി ശശിയോ എന്ന ചോദ്യം, സംശയം വരുമ്പോൾ, ആശങ്ക വരുമ്പോൾ, ആ ആശങ്കയുള്ളവരാണ് ഈ പദ്ധതിക്ക് ഈ ഒരു ആലോചനയ്ക്ക് പിന്നിൽ, ഈ ഒരു എന്താ പറയുക ബോംബ് പൊട്ടിക്കലിന് പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലമാണ്. യഥാർത്ഥത്തിൽ പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുതൽ ബ്രാഞ്ച് തലത്തിലെ അംഗങ്ങൾക്ക് വരെ അത്ഭുതമുണ്ടാക്കിയ കാര്യമാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ PV അൻവർ എന്താണ് പറയുന്നത്? ആർക്കെതിരെയാണ് പറയുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹം ഇങ്ങനെ പറയുമോ എന്നൊക്കെയുള്ള സംശയം ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ആ സംശയത്തിനൊക്കെയുള്ള മറുപടി വരും ദിവസങ്ങളിൽ കൊടുത്തേ തീരൂ, പാർട്ടിക്ക് മറുപടി പറഞ്ഞേ തീരൂ. ഇതിപ്പോൾ നോക്കൂ, സ്വർണ്ണക്കടത്ത് വിവാദമുണ്ടായ ഘട്ടത്തിലൊക്കെ അന്ന് എത്രയൊക്കെ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഈ മാധ്യമങ്ങൾ മുഴുവൻ ഒന്നാകെ ചർച്ച ചെയ്തിട്ടും മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു വലിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ PV അൻവറിന് വലിയ പിന്തുണ ആ തരത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടി സഖാക്കളിൽ നിന്ന് തന്നെ. അതെന്തിൻ്റെ സൂചനയാണ്? അപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് കൂടുതൽ അറിയുന്ന കാര്യങ്ങളുണ്ടാകുമല്ലോ. മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പറ്റാത്ത, മുഖ്യമന്ത്രി ഭരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എതിർവികാരങ്ങൾ, അത് ഓരോ മണ്ഡലത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ടാകും. അത് പാർട്ടിക്കും അറിയാം. അതെങ്ങനെ സംഭവിക്കുന്നു? അതിൻ്റെ വേരന്വേഷിച്ച് പോകുമ്പോഴാണ് എവിടെ നിന്നാണ് ഉത്തരവ് വരുന്നത്, എവിടെ നിന്നാണ് നിർദ്ദേശം വരുന്നത്, ആരുടെ വാക്കുകൾ കേൾക്കാം, ആരുടെ വാക്കുകൾ കേൾക്കേണ്ട. നമുക്ക് ഈ സോളാർ കേസിലെ പരാതിക്കാരിയെ ഒരു ശല്യക്കാരിയായിട്ടൊക്കെ മാധ്യമങ്ങൾ കാണുന്നുണ്ട്. പലപ്പോഴും അവരെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ പലപ്പോഴും വാക്കുകൾ മാറിയിട്ടുണ്ട്, അവരുടെ നമ്മൾ മൊഴികൾ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരിന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നോക്കൂ. പി ശശിയുടെ മുന്നിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ലിസ്റ്റ് ഓഫ് ഉദ്യോഗസ്ഥരുടെ പേരുമായിട്ട് ഞാൻ പരാതിയുമായി ചെന്നപ്പോൾ അതിൽ കുറേ ഉദ്യോഗസ്ഥരുടെ പേര് വെട്ടിയ ശേഷമാണ് അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രിയെ കാണാൻ സമ്മതിച്ചില്ല. ഒരു പക്ഷേ ആ സമയത്ത് ആരോപണ വിധേയ ഒരാളെ മുഖ്യമന്ത്രിയെ കാണാൻ അനുവദിക്കില്ലായിരിക്കാം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ കുറേ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് വെട്ടിയിട്ടാണ് അത് പരാതിയായിട്ട് കൊടുത്തതെന്ന് പറയുമ്പോൾ അതിലും താല്പര്യമുണ്ട്. അപ്പോൾ താല്പര്യങ്ങളിൽ മേൽ ഒരു പാർട്ടി ഒരു പിടുത്തം പിടിക്കാൻ പോകുന്നു. ആ പിടുത്തം തെറിക്കലിലേക്ക് നയിക്കുമെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കുന്നത്. Meet the editors.